ചേരുന്നു അർജുൻ കല്യാട്. ഹൈക്കോടതി രണ്ട് സംശയങ്ങളാണ് പ്രകടിപ്പിച്ചത്. ഒന്ന്, അന്വേഷണം ശരിയായ ദിശയിലാണോ, അത് പരിശോധിച്ചത് SITയുടെ കേസ് ഡയറി പ്രകാരം. രണ്ടാമത്തത്, പ്രോസിക്യൂഷനോട് ചോദിക്കുന്നു, ഈ മൃതദേഹത്തിൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള പരിക്കുകളുള്ളതായി, മുറിവുകളുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നിലവിൽ പ്രോസിക്യൂഷൻ പറയുന്നതില്ല എന്നാണ്. അർജുൻ കല്യാട്, ആ സംഭവ സ്ഥലത്ത് ആ ദിവസം അവിടെയുണ്ടായ ചില അസ്വാഭാവിക നീക്കങ്ങളാണ് നവീൻ്റെ കുടുംബത്തെ ഈ കോടതിയിലേക്കും ഹർജിയിലേക്കും എത്തിച്ചിരിക്കുന്നത്. അതിൽ ഈ ക്വാർട്ടേഴ്സിൻ്റെ മുറി തുറന്നതിലുള്ളൊരു ദുരൂഹത, അതിൽ ഒരുപക്ഷെ ഉണ്ടായിരുന്ന മറ്റെന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അവിടെയുള്ള ഫോറൻസിക് പരിശോധന ഇല്ലാതിരുന്നത്, 12,000 രൂപ, 2 മൊബൈൽ ഫോണിലെ ലൊക്കേഷൻ, ഇതൊക്കെയാണ് സംശയം. അതല്ലാതെ നിലവിൽ ശരീരത്തിൽ ഒരു കൊലപാതകമെന്ന് സംശയിക്കാവുന്ന ഒരു പരിക്കും കണ്ടില്ല എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഒരുപക്ഷെ പ്രോസിക്യൂഷൻ ആ നിലപാട് ശരിയാണെന്ന് നമുക്ക് പറയേണ്ടി വന്നേക്കാം. പക്ഷേങ്കിലും സാഹചര്യങ്ങളിൽ ചില സംശയങ്ങളുണ്ട് എന്നത് മാത്രമാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത്, അല്ലെങ്കിൽ നിലനിൽക്കുന്നത്, അല്ലേ അർജുൻ കല്യാൺ? തീർച്ചയായിട്ടും അരുൺ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ തന്നെ ചില ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ADM നവീൻ ബാബുവിൻ്റേത് ഒരു ആത്മഹത്യയല്ല, ഒരു കൊലപാതകമാണ് എന്നുള്ള കാര്യമാണ്. അതിലേറ്റവും പ്രധാനമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളും എല്ലാം തന്നെ ഒരു സംശയ ദൃഷ്ടിയിൽപ്പെടുന്നതാണ്. ഏറ്റവും പ്രധാനമായി ഈ കുടുംബത്തെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളതാണ് ഈ കൊലപാതകം എന്നുള്ള ആരോപണത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി കുടുംബം ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ അടുത്ത ബന്ധുവിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിൽ കുടുംബം ചുമതലപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ സാന്നിധ്യം ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള നടപടി പോലീസ് സ്വീകരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്ന ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെയോ സാന്നിധ്യം ഉണ്ടാക്കിയിട്ടില്ല. അത് ഉറപ്പുവരുത്തേണ്ടത് നിയമപരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യമാണ് ഈ കുടുംബം ഈ ഹർജിയിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും പ്രധാനമായി കുടുംബം നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായത് ഈ കൊലപാതകമാണ് എന്നിരിക്കെ കൂടി മറ്റാരോപണങ്ങൾ, ഈ SIT രൂപീകരിച്ചത് ചട്ടപ്രകാരമല്ല, അതിനു പുറമെ CPIM നേതാക്കൾ നിശ്ചയിക്കുന്ന പ്രകാരമാണ് അന്വേഷണം നടക്കുന്നത്. പ്രതിയും കലക്ടറും തമ്മിൽ, അതായത് കലക്ടർ ഈ തെറ്റുപറ്റി എന്നുള്ള മൊഴി ഉൾപ്പെടെ നേരത്തെ തന്നെ ചർച്ചയായതാണ്. അപ്പോൾ അത്തരത്തിൽ കലക്ടറുടെ ചേംബറിലേക്ക് എത്തി ഈ ADM നവീൻ ബാബു മൊഴി നൽകിയെന്ന് പറയുന്നു. എന്നാൽ കുടുംബത്തിന് അയച്ച മറ്റൊരു കത്തിൽ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ വൈരുദ്ധ്യങ്ങളുള്ള കലക്ടർ, മൊഴികളിൽ വൈരുദ്ധ്യമുള്ള ജില്ലാ കലക്ടറും ഈ പ്രതിയായിട്ടുള്ള PP ദിവ്യയും തമ്മിൽ അവിശുദ്ധമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ട് എന്നുള്ള ആരോപണം കൂടി ഈ കുടുംബം ഉന്നയിച്ചിരുന്നു. ആത്മഹത്യാ കുറിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കുടുംബം ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം കൃത്യമായ രീതിയിൽ ഇത്രയും വലിയ ഒരു ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ ഈ അങ്ങനെയുള്ള വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൃത്യമായ രീതിയിൽ താൻ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഒരു കുറിപ്പോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ സൂക്ഷിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക എന്നുള്ള കാര്യം കൂടി കുടുംബം പറയുന്നുണ്ട്. ആരോപണമായി കുടുംബം തന്നെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള സംശയങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഈ കേസുകളെല്ലാം തന്നെ ഒരു വ്യക്തത വരുത്തണം. ഈ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണവും ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നടക്കുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റം PP ദിവ്യയ്ക്ക് മേൽ നിലനിൽക്കുമോ എന്നുള്ള കാര്യം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്നുള്ള ആരോപണം കൂടിയുണ്ട്. അതിനുപരിയായി മറ്റു കാര്യങ്ങളൊന്നും തന്നെ അന്വേഷണ സംഘം ഈ പരിധിയിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ള ആക്ഷേപമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ബിനാമി ഇടപാടുകളാണ്. വിവാദമായിട്ടുള്ള ഈ പെട്രോൾ പമ്പിൻ്റെ ഉടമ പ്രശാന്തനും ഈ PP ദിവ്യയും അല്ലെങ്കിൽ മറ്റ് ചില ആൾക്കാരുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബിനാമി ഇടപാടുകൾ, അതിന് ഒത്താശ ചെയ്യാത്തത് കൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഈ യാത്രയപ്പ് സമ്മേളനത്തിലെത്തി PP ദിവ്യ വളരെ അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ഒരു ആരോപണം ഉന്നയിച്ചത് എന്നുള്ളതാണ് കുടുംബം പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത്. അതിനു പുറമെ ഈ തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പോലീസിന്റെയും CPIM നേതാക്കളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതിന്റെ പ്രകടമായിട്ടുള്ള തെളിവാണ് ഈ പുറത്തു വന്നിട്ടുള്ള വ്യാജ പരാതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കുടുംബം ആരോപിക്കുന്നത്. ഈ കാര്യങ്ങളിൽ ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ വിശദമായ വാദം അടുത്ത വ്യാഴാഴ്ച, അതായത് 7 ദിവസം കൂടി കാത്തിരിക്കണം വിശദവാദത്തിനായി.